നമുക്ക് ഓരോരോ ഇഡ്ഡലി ആയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റേ. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വന്ന ചക്ക കൊണ്ട് വേറെ ഒരു ചക്ക വെരികിത് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഹലോ, ഇന്ന് നമ്മൾ ഈ ചക്ക വെച്ചിട്ട് ചക്ക കൊണ്ട് ഒരു ഇഡ്ഡലി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് റെസിപ്പി കണ്ടാലോ? നല്ല പഴുത്ത ചക്ക ആട്ടോ, വരിക്കച്ചക്ക പോലെ തന്നെ ഒരു തരം ചക്കയാണ്. നമ്മുടെ മുന്നിലെ വീട്ടിലെ ചേച്ചി തന്നാട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കുരു കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് സെറ്റാക്കേ. ഇത് ഒരുപാട് ചക്കയുണ്ട് കേട്ടോ. നമ്മളിത് ഫുള്ള് എടുക്കുന്നില്ല, നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ബാക്കി നമ്മൾ വേറൊരു ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാക്കണ പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് കാണാം. നമ്മൾ ചക്ക നല്ലപോലെ മുറിച്ചിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഏലക്ക നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി നമ്മൾ കുറച്ച് ചെറിയ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കേ. നമ്മൾ മെയിൻ ഐറ്റം ശർക്കര കേട്ടോ, മധുരത്തിന് ആവശ്യമുള്ള ശർക്കര നമുക്ക് ഇതിലേക്ക് മുറിച്ചിട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര ശർക്കര മതി കേട്ടോ. നമ്മൾ നേരെ മിക്സിൻ്റെ ജാറിലോട്ട് തട്ടി കൊടുക്കുകയാണേ. നമുക്ക് നമ്മുടെ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കട്ടോ. ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ഒരു 3 കയ്യിലാട്ടൊട്ടത്. അപ്പോൾ നമുക്കിത് ഈ ഒരു ചക്കയിലേക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചക്ക എടുക്കുന്നതിൻ്റെ ആ ഒരു കണക്കിൽ പൊടി എടുക്കണേ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ജാറിലേക്ക് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ ഒരു ഇഡ്ഡലി മാവ് പോലെ തന്നെ നമുക്ക് ക്രീമി ആയി കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് മിക്സിയിൽ നല്ല പോലെ നമ്മൾ സാധാ ഇഡ്ഡലി മാവിന് അരിച്ചെടുക്കുന്ന ബാറ്റർ പോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കട്ടോ. അപ്പോൾ നമ്മൾ ചക്ക നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവണം കേട്ടോ. കാരണം നമുക്ക് ഇഡ്ഡലി മാവായം കൊണ്ട് അധികം ലൂസും ആവരുത്, അധികം ടൈറ്റും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഇഡ്ഡലി തട്ടിൽ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കട്ടോ ഓരോന്നിലും. നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഈ 2 ഇഡ്ഡലി തട്ടിലും നെയ്യ് പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തട്ടിലായിട്ട് മാവ് ഒഴിച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി കുക്കറിൽ വെക്കട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇഡ്ഡലി തട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ സെറ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓരോ ഇഡ്ഡലിൻ്റെ മുകളിലും ഒരു മുന്തിരി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മെയിൻ തട്ടും വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മൂടി വെക്കട്ടോ. ഇനി ഇതൊരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്കും 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും ഫുള്ള് കുക്കായി വരിക. അത്യാവശ്യം സ്പീഡിൽ തന്നെ ആട്ടോ വെച്ച് കൊടുത്തത്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കട്ടോ വെന്തുണ്ടോന്ന്. വാവ്, സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടൂത്ത് പിക്ക് പോലെ തന്നെ നമുക്കൊന്ന് വെന്തിക്കോന്നൊന്ന്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി വരെ സെറ്റ് ആവില്ല കേട്ടോ. ജസ്റ്റ് ഞാനൊരു ഫോർക്ക് വെച്ച് ഒന്നിങ്ങനെ നോക്കട്ടെ കേട്ടോ. സെറ്റാണ്. ഇതാ ടീമിലൊന്നുമില്ല. ഇത് സ്റ്റീം ഓഫ് ചെയ്യാം കേട്ടോ.
ഇനി ഒരു 10 മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഒരിക്കലും ഈ ഇഡ്ഡലിയൊക്കെ തന്നെ അപ്പം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടൂല. അപ്പം നമുക്ക് ഇതിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു ഫോർക്ക് വെച്ചിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം. ഇതെടുത്ത് പുറത്ത് വെക്കുകയാണ്. നമുക്ക് ഓരോരോ ഇഡ്ഡലി ആയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. സെറ്റ് ആയതുകൊണ്ട് പറ്റി പോവുകയും ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ചക്ക ഇഡ്ഡലി മൊത്തം സെറ്റ് ആയിട്ടുണ്ട്. ഒരു പൂ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മളെ ഇഡ്ഡലി ആയത്. ഒട്ടും പറ്റുന്നൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. സാധാ നമ്മൾ ഇഡ്ഡലി പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെക്കറേഷന് വേണ്ടി മാത്രം ഒരു മുന്തിരി ഇതാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ഇത് നല്ല ഹെൽത്തി റെസിപ്പിയാണ്. കുട്ടികൾക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ടോ. കാരണം നല്ല ഹെൽത്തി റെസിപ്പി ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ചക്ക കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഇതാക്കണം, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഇതാക്കണം മുറിച്ച് വെച്ചായിരുന്നു, മുറിച്ചിട്ട് നമ്മൾ എങ്ങനെ ഉണ്ട് നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, സൂപ്പർ ആയിക്കുണ്ടോ. ഇതാ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് കഴിച്ചു. ഇത് ഇതാക്കണ നമ്മൾ എടുത്ത് കാണിച്ചു തരാണ്. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു ഇഡ്ഡലി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. പിന്നെ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇതുവരെ. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വന്ന ചക്ക കൊണ്ട് വേറെ ഒരു ചക്ക വെരികിത് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇപ്പം തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് രാത്രി 11 മണിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി വേണ്ട ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന കേട്ടോ.